ഇത് പ്രാർത്ഥന ഹാളല്ലേ? അപ്പൊ എന്റെ ഫോട്ടോ എടുത്ത് മാറ്റണം. പ്രാർത്ഥന ദൈവത്തോടെയാണ്. ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അല്ല, എന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണ്ട. അപ്പൊ ആയതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് എടുത്തു മാറ്റുക. കല്ലിടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യനായ കരുണാവാരിധിയായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ഞാനിത് അമ്മമാരുടെ ബിൽഡിങ്ങിൽ എൻ്റെ മാതാവിൻ്റെ പേരിടണം. അതുകൂടാതെ ഇപ്പൊ ഇന്ന് തറക്കല്ലിട്ടത് എൻ്റെ പിതാവിൻ്റെ പേരിട്ടു. ഞാൻ പറഞ്ഞു അതിലേലൊക്കെ ഉന്നതമായ ഒരു പിതാവിൻ്റെ പേരാണ് ഇവിടെയുള്ളത്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരാണ് ഗാന്ധി ഭവൻ. ഗാന്ധി ഭവൻ ഫോർ മെയിൽ, ഗാന്ധി ഭവൻ ഫോർ ഫീമെയിൽ. വളരെ അർഹതപ്പെട്ടവർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മക്കളില്ലാത്തവര്, മക്കൾ തള്ളിവിടുന്നവർക്ക് അവർക്ക് ദൈവത്തിന്റെ ശാപം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നത് ശ്രമിക്കാൻ പറ്റും. പക്ഷെ കഴിയുന്നതും ആരും അമ്മമാരെയും അച്ഛന്മാരെയും തള്ളിവിടരുത്, അവരെ ദുഃഖം അനുഭവിപ്പിക്കരുത്. മാതാപിതാ ഗുരു ദൈവേ എന്നാണ് ഹൈന്ദവ സഹോദരന്മാരും സഹോദരികളും പഠിക്കുന്നത്. ശ്രീരാമ ഭഗവാൻ വനവാസത്തിന് പോകാൻ കാരണം തൻ്റെ പിതാവിൻ്റെ വാക്ക് പാലിക്കുകയാണ്. മുൽപ്പാട് കേകയാം പുത്രിയാം അമ്മയ്ക്ക് മൽപിതാ 2 വരം കൊടുത്തിടിനാൻ. ഇവിടെ സോമനാഥൻ സാറോട് ഇടക്കിടക്ക് ഞാൻ വിളിച്ച് ചോദിക്കാറുള്ളത് നോക്കിയില്ലല്ലോ, വിഷമില്ലല്ലോ, ആരുടെ കയ്യിൽ നിന്നും നിങ്ങൾ കാശൊന്നും മേടിക്കുന്നില്ലല്ലോ എന്ന് കൂടി ഞാൻ ചോദിക്കാറുണ്ട്. അല്ലല്ല. നമ്മുടെ അമ്മമാർ സുഖിക്കുന്ന സന്തോഷം കണ്ട് അച്ഛന്മാരെ അസൂയയിലായിരിക്കുമ്പോഴാണ് സാറ് നമുക്ക് ഇങ്ങനെ വാഗ്ദാനം വെച്ചത്. അത് 15 കോടിയുടെ കെട്ടിടമാണെങ്കിൽ ഇത് 20 കോടിയിലാണ്. ഇതിനകത്ത് ഒത്തിരി സൗകര്യങ്ങൾ സാറ് വിഭാവന ചെയ്തിട്ടുണ്ട്. കല്ലിടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യനായ കരുണാവാരിധിയായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ഞാനിതിടുന്നു. സാധിച്ചത് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമ്മുടെ ഉണ്ടാവും. ദൈവം നമ്മുടെ കൂടെ. ഇതൊന്ന് പുള്ളി ഇടട്ടെ. അല്ലല്ല, കമത്തി വെക്കുക. അല്ല എങ്ങനെ സിമന്റ് ഇടട്ടെ. ഇനി മോളൊന്ന് അമർത്തി കഴിച്ചു. അല്ല, എന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണ്ട. അപ്പൊ ആയതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് എടുത്തു മാറ്റുക. എന്നിട്ട് ആരൊക്കെ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ചിത്രങ്ങൾ ഇവിടെ അല്ല, അത് 3 വെച്ചോ. ചിത്രങ്ങളില്ല. ചിത്രങ്ങൾ ദൈവമാണ്. മനസ്സിലാണ് ദൈവം, ഇൻവിസിബിൾ. ഈ ഫോട്ടോ എടുത്ത് മാറ്റണം. അത് നോക്കി പ്രാർത്ഥിക്കരുത്. എന്നെ നിങ്ങൾ മലയാളത്തില് കുറ്റക്കാരനാക്കി ദൈവത്തിന്റെ മുന്നിൽ. മനസ്സിലായില്ലേ? നമ്മളും നിങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ്. ദൈവത്തിന്റെ അടിമകളാണ്. അമ്മമാരുടെ ബിൽഡിങ്ങിൽ എൻ്റെ മാതാവിൻ്റെ പേരിടണം. അതുകൂടാതെ ഇപ്പൊ ഇന്ന് തറക്കല്ലിട്ടത് എൻ്റെ പിതാവിൻ്റെ പേരിട്ടു. ഞാൻ പറഞ്ഞു അതിലേലൊക്കെ ഉന്നതമായ ഒരു പിതാവിൻ്റെ പേരാണ് ഇവിടെയുള്ളത്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരാണ് ഗാന്ധി ഭവൻ. അപ്പോൾ ആ ഗാന്ധി ഭവൻ്റെ പേര് തന്നെ മതി. എൻ്റെ മാതാവിനേക്കാളും എൻ്റെ പിതാവിനേക്കാളും പേരിനേക്കാളും ഗാന്ധി ഭവൻ, മഹാത്മാഗാന്ധി നമ്മൾക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ മഹാത്മാഗാന്ധിയുടെ പേരിലാണ് ഗാന്ധി ഭവൻ. അപ്പോൾ ഗാന്ധി ഭവൻ ഫോർ മെയിൽ, ഗാന്ധി ഭവൻ ഫോർ ഫീമെയിൽ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഗാന്ധി ഭവൻ്റെ പേരിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. 50-300 ആളുകൾക്ക് താമസിക്കാനുള്ള നല്ല ഒരു കെട്ടിടം. അതിൻ്റെ തറക്കല്ലിടൽ കുറച്ച് വൈകി ഞാൻ പറഞ്ഞേക്കാൾ. കാരണം അതിൻ്റെ ഡിസൈനിങ് പെർമിഷനുമായൊക്കെ സമയം വൈകി. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പൈലിംഗ് സ്റ്റാർട്ട് ചെയ്ത് തറക്കല്ലിനോട് കൂടി തന്നെ പൈലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഉടനെ തന്നെ പണി ആരംഭിക്കുകയാണ് എന്നുള്ളത്.
ഞങ്ങളുടെ ചീഫ് എഞ്ചിനീയർ ബാബു വർഗീസ് ഇവിടെ എഴുതി അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര കൊല്ലം കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും? 6 മാസം ഫയലിംഗ്, 6 മാസം ഫയലിംഗ്, 1.5 വർഷം, ഒട്ടാകെ 2 കൊല്ലം കൊണ്ട് നമുക്ക് കൊടുക്കാം എന്ന് വെച്ചിട്ട് ആൾക്കാർ നല്ല ബിൽഡിങ്ങിൽ വിചാരിച്ചിട്ട് അച്ഛന്മാരെയും അമ്മമാരെയും തള്ളിവിടുന്ന ഒരു പ്രവണത ഇപ്പൊ അത് കൂടുകയാണ്. ആയതുകൊണ്ട് എനിക്ക് സോമരാജൻ സാറിന് പറയാനുള്ളത്, നിങ്ങൾ വളരെ അർഹതപ്പെട്ടവരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മക്കളില്ലാത്തവര്, മക്കൾ തള്ളിവിടുന്നവരെ എടുക്കരുത്. അവർക്ക് ദൈവത്തിന്റെ ശാപം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നത് ശ്രമിക്കാൻ വേണ്ടി. പക്ഷെ കഴിയുന്നതും ആരും അമ്മമാരെയും അച്ഛന്മാരെയും തള്ളിവിടരുത്, അവരെ ദുഃഖം അനുഭവിപ്പിക്കരുത്. അവർക്കിവിടെ വന്നാൽ സന്തോഷമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടവരെ നിങ്ങൾ ശുശ്രൂഷിക്കുക. ഞാൻ ഖുർആൻ പറയുന്നു, സ്ഥാനമാണ് മാതാപിതാക്കളോട് കരുണ കാണിക്കുക, സ്നേഹം കാണിക്കുക, അവരെ ശുശ്രൂഷിക്കുക, അവരെ തള്ളിവിടാതിരിക്കുക. അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ ഇത് മാതാപിതാ ഗുരു ദൈവേ എന്നാണ് ഹൈന്ദവ സഹോദരന്മാരുടെ സഹോദരികളും പഠിക്കുന്നത്. അതിൻ്റെ കഥകളുണ്ട്. ശ്രീരാമ ഭഗവാൻ വനവാസത്തിന് പോകാൻ കാരണം തൻ്റെ പിതാവിൻ്റെ വാക്ക് പാലിക്കുകയാണ്. മുൽപ്പാട് കേകയാം പുത്രിയാം അമ്മയ്ക്ക് മൽപിതാ 2 വരം കൊടുത്തിടിനാൻ. എൻ്റെ പിതാവ് വരം കൊടുത്ത കാര്യം ഞാൻ കാട്ടിലേക്ക് പോകണം. അത് ഭഗവാൻ ശ്രീരാമൻ പറയുന്നത്. അതാണ് വനവാസത്തിന് പോകാൻ കാരണം. തൻ്റെ പിതാവായ സൂര്യഭഗവാൻ കൊടുത്ത കവചകുണ്ഡലങ്ങൾ തൻ്റെ മാതാവായ കുന്തിദേവിക്ക് അയച്ചു കൊടുത്തുകൊണ്ട് മരണത്തെ നേരിട്ടതാണ് കർണൻ. അതൊക്കെ ഹിന്ദു പുരാണങ്ങളിൽ, ഹിന്ദു ആചാരങ്ങളിൽ, ഭഗവത്ഗീതയിലും രാമായണത്തിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഖുർആനിൽ പറഞ്ഞു, രാമായണത്തിലും ഗീതയിലും പറഞ്ഞു, ബൈബിളിലും പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും. അതില്ലാതെ തള്ളിവിടുന്ന പ്രവണത അതും കേരളത്തിൽ വർദ്ധിക്കാതിരിക്കട്ടെ, അവർക്ക് ദൈവത്തിൻ്റെ ശാപമില്ലാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ ബിൽഡിംഗ് വളരെ സന്തോഷകരമായി പൂർത്തിയാക്കി ഇവിടെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഇവർ സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവർക്ക് ആരോഗ്യത്തോടു കൂടി ആയുസ്, ആ ബിൽഡിങ്ങിൽ താമസിക്കാനുള്ള ആരോഗ്യത്തോടു കൂടി ആയുസ് ദൈവം കൊടുക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സോമരാജൻ സാറിനോട് ഇടക്കിടക്ക് ഞാൻ വിളിച്ച് ചോദിക്കാറുള്ളത്, ബുദ്ധിമുട്ടില്ലല്ലോ, വിഷമില്ലല്ലോ, ഭക്ഷണം ശരിക്ക് കൊടുക്കുന്നുണ്ടല്ലോ, വസ്ത്രം കൊടുക്കുന്നുണ്ടല്ലോ, ആരുടെ കയ്യിൽ നിന്നും നിങ്ങൾ കാശൊന്നും മേടിക്കുന്നില്ലല്ലോ എന്നും കൂടി ഞാൻ ചോദിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞ കഴിയുന്നില്ല, അല്ലല്ല ഇല്ല എന്ന് അദ്ദേഹം പറയാറ്. നമ്മൾക്ക് ആവശ്യം പ്രാർത്ഥനയാണ്, ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾക്ക് ആവശ്യം. അതിനുവേണ്ടി നിങ്ങൾ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പണി വേഗം തന്നെ അവസാനിപ്പിക്കാൻ എൻ്റെ ചീഫ് എഞ്ചിനീയർ, ഞങ്ങളുടെ ചീഫ് എഞ്ചിനീയർ, പ്രായം ചെറുതായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ബാബു വർഗീസ് സാറിനും ഉടൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ സോമരാജൻ സാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും മക്കളും പേരക്കുട്ടികളൊക്കെ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവർക്ക് എന്താവശ്യം കഴിഞ്ഞാൽ എപ്പോഴും എന്നെ വിളിച്ചാൽ അത് തയ്യാറാണ്. കാരണം ഇത് വലിയൊരു ഓർഗനൈസേഷനാണ്. ഈ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടു പോകാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എത്ര ജോലിക്കാരുണ്ട്? 250 ജോലിക്കാരെ വെച്ച് നിങ്ങളെ ശുശ്രൂഷിച്ച് കൊണ്ടു നടക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല. അദ്ദേഹത്തിന് ആ മനസ്സ്, ആ പ്രവർത്തനശേഷി, ആ ഡെഡിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അതിനുള്ള പ്രാപ്തി അദ്ദേഹത്തിൻ്റെ മക്കളും ഉണ്ട്. ഞാൻ എപ്പോഴും ചോദിക്കാറ്, ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചിരിക്കാൻ ഒന്നാമത് എനിക്ക് പ്രചോദനം നൽകിയത് അദ്ദേഹത്തിൻ്റെ മകനാണ്. കാരണം അദ്ദേഹത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ മകൻ ഏറ്റെടുക്കുകയോ അപ്പോൾ ഇവരൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അത് അല്ലാതെ മരണത്തെപ്പറ്റി സംസാരിക്കാതെ ജീവിതത്തെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. ആദ്യം മരണത്തെപ്പറ്റി സംസാരിക്കും. നമ്മളെല്ലാവരും മരിച്ചു പോകുന്നവരാണ്. അപ്പോൾ എൻ്റെ അടുത്തത് എന്താണ് എന്ന് കൂടി ചിന്തിക്കേണ്ടത്. അത് അദ്ദേഹം ചിന്തിച്ച് മകൻ വളരെ നല്ല നിലയിൽ നടത്തുന്നു. അദ്ദേഹത്തിനും കുടുംബത്തിനും മക്കൾക്കും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
സാർ